ഷെയ്ബ കിച്ചണിൽ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ട് ഒരു ചിക്കൻ ഗ്രേവി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 12 പീസോളം ചിക്കനുണ്ട്. നമ്മളിത് നന്നായിട്ട് കഴുകി എടുത്തതാണ്. ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മസാലകളൊന്ന് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. അതിപ്പോൾ വലുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. ചെറിയൊരു തക്കാളിയാണ്, 2 എടുത്തിട്ടുണ്ട്. അതും അതുപോലെ തന്നെ വലുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിതാ 3 പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ ഒരു പീസ് ഇഞ്ചിയും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ടു. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഇതിൽ മെയിനായിട്ട് നമ്മൾ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കണം. ഏകദേശം ഒരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ കശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ മുളകാണെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലുള്ള വെള്ളം തന്നെ മതി. തക്കാളിയൊക്കെ നമ്മൾ അരക്കുന്ന സമയത്ത് ആ ഒരു വെള്ളം തന്നെ മതിയാകും. ഇനി നമ്മളിതാ എടുത്തു വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഗ്രേവിയാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതാ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കിതാ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. ഇനിതാ നമ്മളിതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ വെളിച്ചെണ്ണയായാലും ഓയിലായാലും എന്തായാലും പ്രശ്നമില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത്. നമുക്കിത് നേരെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതാ തീയൊന്ന് കത്തിച്ചു കൊടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ആ ഒരു തിള വരുന്ന സമയം വരെ ഒന്ന് വെച്ച് കൊടുക്കുക. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മളിതാ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്ത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ഗ്രേവിയാണ്. എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റും. ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും എന്താ പറയുക ദോശയായാലും എന്തിൻ്റെ കൂടെ പോകുന്ന ഒരു ഗ്രേവിയാണ്. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോളൂ. ഞാനിത് ഏകദേശം വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റോളായി കേട്ടോ. ഞാൻ ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലേ. അതിലുള്ള വെള്ളം തന്നെ ഒന്ന് ഇറങ്ങി വരും. അപ്പോൾ ഇതാ നോക്കിയാൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് തുറന്ന് വെച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ വെന്തെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളിതൊന്ന് തുറന്ന് വെച്ച് കൊടുക്കുക. പിന്നെ മൂടി വെക്കേണ്ടയില്ല. ഈ ഒരു ഗ്രേവി ഒന്ന് വറ്റി കിട്ടുന്നത് വരെ ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോഴേക്കന്നെ ഇതൊന്ന് വറ്റി വരും. അപ്പോൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റോളായി ഞാൻ വെച്ച് കൊടുത്തിട്ട്. ഇനിയിപ്പോൾ ഇത് നല്ല ഹൈ ഫ്ലെയിം തന്നെയാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ നല്ലോണം മിക്സാക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഇതാ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിതാ നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനിതാ 2-3 കളർ ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പോളം ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു കളർ മാത്രമാണെങ്കിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റാണ് ഇത് ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ. ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് കൂടുതൽ സമയം വെച്ച് കൊടുക്കുകയൊന്നും ചെയ്യേണ്ട. ഒന്ന് മിക്സാക്കിയാൽ മാത്രം മതി. ലാസ്റ്റായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തു. പിന്നെ നമുക്കിതാ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു വിളമ്പുന്ന പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം. ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇനിയും വരാം. ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം ഇൻഷാ അല്ലാഹ്.